ജനവിധിയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹി നിന്ന് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, രണ്ടാം ഘട്ടത്തിൽ 89 മണ്ഡലങ്ങളിലാണ് ഈ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 69 മണ്ഡലങ്ങളിലെ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന ഒരു പൊതുചിത്രം എന്താണ്? കേരളത്തിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിൽ വലിയൊരു പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ്, 12 സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ അടങ്ങുന്ന കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ 88 മണ്ഡലങ്ങളിലാണ് പൊതു തെരഞ്ഞെടുപ്പ് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം ഉയർന്ന പോളിംഗ്, അതായത് 1 മണി വരെയുള്ള കണക്കുകളാണ് ലഭ്യമായത്. ആ കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ത്രിപുരയിലാണ്. 1 മണി വരെ ത്രിപുരയിൽ 55% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറച്ച് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് മഹാരാഷ്ട്രയിലാണ്. അവിടെ 33% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2019 കണക്കുകൾ പ്രകാരം, ഏതാണ്ട് 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 40% മൊത്തത്തിൽ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ 2024 വന്നപ്പോൾ അത് 39.1% കുറഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള കണക്കുകൾ എത്തുക 3 മണിക്കാണ്. അതിനുശേഷമുള്ള കണക്കുകൾ 5 മണിക്കും 7 മണിക്കുമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് പ്രകാരമായിരിക്കും ഈ കണക്കുകൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ ഞാൻ വ്യക്തമാക്കിയത് 1 മണി വരെയുള്ള കണക്കുകളാണ്. ഇതിൽ കേരളത്തിലാണ് ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ കേരളം കഴിഞ്ഞാൽ അടുത്തത് കർണാടകയിലാണ്. കർണാടകയിൽ 13ഇടത്തും കർണാടകത്തിൽ 14ഇടത്തും രാജസ്ഥാനിൽ 13ഇടങ്ങളിലും പോളിംഗ് നടക്കുന്നു. അതേപോലെ തന്നെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ, ആസാം, ത്രിപുര, മണിപ്പൂർ, ഒപ്പം ജമ്മു കാശ്മീർ തുടങ്ങിയ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ കേരളം ഒഴികെ മറ്റെവിടെയും അല്ലെങ്കിൽ എവിടെയും തന്നെ അക്രമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എല്ലായിടവും സമാധാനപരമായാണ് പോളിംഗ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താ ഏജൻസികളിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകളും അതേപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇതുവരെയായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമാധാനപരമായി മുന്നോട്ട് പോകുന്നു. കള്ളവോട്ടടക്കമുള്ള ഒരു കാര്യങ്ങളും തന്നെ മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ കർണാടകത്തിൽ ചില ആരോപണങ്ങൾ, മാണ്ഡ്യ മണ്ഡലത്തിൽ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ വോട്ടർമാർക്ക് സൗജന്യ കൂപ്പൺ നൽകുന്നു എന്നുള്ള ആരോപണം അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള HD കുമാരസ്വാമി ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. മറ്റ് എല്ലായിടങ്ങളിലും സമാധാനപരമായാണ് വോട്ടെടുപ്പുകൾ പുരോഗമിക്കുന്നത്. 2 മുൻ മുഖ്യമന്ത്രിമാർ, അതേപോലെ തന്നെ നിരവധി സിനിമാ താരങ്ങൾ, BJPയുടെ 2 സംസ്ഥാന ഘടക അധ്യക്ഷന്മാർ, അതേപോലെ തന്നെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൗത്തിൽ നിന്നടക്കം മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാജസ്ഥാനിലെ കോട്ടയിലാണ്. കോട്ടയിൽ അവിടെ ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും രാജസ്ഥാനിലെ കോട്ടയെ പ്രതിനിധീകരിച്ചായിരുന്നു ഓം ബിർള സഭയിലെത്തിയത്. 3ാം തവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുള്ള പ്രവർത്തനങ്ങൾ കോട്ടയിൽ നടന്നിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ഉത്തർപ്രദേശിലെ മധുരയാണ്. ഹേമമാലിനി മത്സരിക്കുന്നു. അവിടെ റെക്കോർഡ് ഭൂരിപക്ഷമാകും ഉണ്ടാകുക എന്നുള്ളതാണ് BJP പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ അവിടുത്തെ ഹേമമാലിനിയുടെ മുഖ്യ എതിരാളി RLD ആയിരുന്നു. RLD ഇത്തവണ NDAയുടെ ഭാഗമായി BJPക്കൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അതിനാൽ തന്നെ ഒരു തരത്തിലും ഉള്ള ഒരു ഭീഷണിയും അവിടെ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2019 28,000 വോട്ടുകൾ മാത്രമായിരുന്നു അവിടെ കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. ഇത്തവണ അതിനാൽ തന്നെ വലിയ ഭൂരിപക്ഷം RLDയും കൂടെ ഒപ്പമുള്ളതിനാൽ വലിയ ഭൂരിപക്ഷം നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 88 ഇടങ്ങളിൽ 53 ഇടങ്ങളിൽ BJPയുടെ കയ്യിലുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതേപോലെ തന്നെ 63 മണ്ഡലങ്ങൾ NDAയുടെ ഭാഗമായി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് വലിയ പ്രതീക്ഷകളുള്ള ഒരു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ള 62 മണ്ഡലങ്ങൾക്ക് പുറമെ കൂടുതൽ മണ്ഡലങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അതിന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ ധാരാളമാണ്. ആ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക്, ബൂത്ത് തലങ്ങളിലേക്ക് പോലും എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ നരേന്ദ്രമോദി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല അടുത്ത 5 വർഷത്തേക്ക് ജനങ്ങൾക്ക്, എല്ലാ ഘടകങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾക്ക്, എല്ലാ തട്ടിലും ജീവിക്കുന്ന ജനങ്ങൾക്ക് അവർക്കുതകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അത് പ്രസന്റ് ചെയ്ത് ആ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വോട്ട് തേടുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായും വലിയ വിജയമുണ്ടാകുമെന്നും നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്ന പോലൊക്കെ തന്നെ 400 സീറ്റിലധികം നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം
വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ BJP രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ 88 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ്, രണ്ടാംഘട്ട പോളിംഗ് ജനവിധി പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.